ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല ആൻസേഴ്സ് വ്ലോഗ്. എന്തിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നൊരു ഫാമിലി ട്രിപ്പാണ്, ഒപ്പം ഒരു പെണ്ണ് കാണലുമാണ് കേട്ടോ. ഇതാണ് കല്യാണ ചെക്കൻ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് അനിയന് പെണ്ണ് കാണാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നമ്മൾ പെണ്ണൊക്കെ കണ്ടു, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ്, അതുപോലെ തന്നെ കല്യാണം ഡിസംബർ 8 ഫിക്സ് ചെയ്ത് കേട്ടോ. അതിനുശേഷം ആദ്യമായിട്ടാണ് ചെക്കനും പെണ്ണും തമ്മിൽ കാണുന്നത്. കാരണം അപ്പോൾ ഗൾഫിലായിരുന്നു അവൻ, ഇന്നലെയാണ് കേട്ടോ എത്തിയത്. അപ്പോൾ നമ്മൾ എന്താണ് ഒരു ചെറിയൊരു ടെൻഷനും എന്തോ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇപ്പോൾ പോകുന്ന സമയത്ത്. അതായത് നമ്മൾ മാത്രമാണല്ലോ, നമ്മൾ പെങ്ങന്മാരും ഉമ്മായും പിന്നെ എൻ്റെ ഇക്കായും മാത്രമാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കണ്ടു കേട്ടോ. വളയിടിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കണ്ടു. പക്ഷേ ചെക്കനും പെണ്ണും തമ്മിൽ കണ്ടിട്ടില്ലല്ലോ, ഒരു ഫോട്ടോസും വീഡിയോസും മാത്രമാണ് കണ്ടത്. അതിൻ്റേതായ ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ല. എവിടെയോ എന്തോ ഒരു ടെൻഷനല്ല കേട്ടോ, എന്തോ ഒരു ഫീല് ഉണ്ട്. അവർ പരസ്പരം കണ്ട് അവർ ഓക്കെ ആണ് എന്ന് പറയുന്നവരെ നമുക്ക് ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, അത് കേട്ടോ. പക്ഷേ അവർ ഡെയിലി ഫോണിൽ സംസാരിക്കുന്നവരും വീഡിയോ കോളൊക്കെ ചെയ്ത് കാണുന്നവരും ഒക്കെയാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. ഇതിൽ ഒരാളുടെ കുറവുണ്ട്, എൻ്റെ ഇക്ക വന്നിട്ടില്ല. ബാക്കി അനിയനും അനിയത്തി ഒക്കെ ഉണ്ട്. വീട്ടിൽ കബോർഡിൻ്റെ പണി നടക്കാം കേട്ടോ, അതുകൊണ്ടാണ് ഇക്ക വരാഞ്ഞത്. ഇനി നമുക്ക് നേരെ പോവാം. ഉമ്മായുടെ നാട്ടിൽ നിന്നാണ് കേട്ടോ പെണ്ണ്, അതായത് ഉമ്മച്ചി ചടയമംഗലമാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഏതാണ്ടൊരു റിലേറ്റീവൊക്കെ ആയിട്ട് വരുന്ന, പറഞ്ഞു വരുമ്പോൾ ഒരു റിലേറ്റീവായിട്ട് വരുന്ന ഒരാളും കൂടി തന്നെയാണ് കേട്ടോ. ഉമ്മയുടെ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ കുറച്ചപ്പുറത്തോട്ട് തന്നെയാണ് നമ്മുടെ പെൺകുട്ടിയുടെ, അതായത് എൻ്റെ നാത്തൂൻ്റെ വീട്. ഓക്കെ, പഠിച്ച പള്ളിയാണ് എൻ്റെ ഉമ്മ, ഭീമാമിയുടെ സഹോദരൻ. ലാസ്റ്റ് കഷ്ടം വന്നത് നമ്മളെ ക്രിസ്മസ് വലിയപ്പ ഉൾപ്പെടെ ഫസ്റ്റ് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം നീ പോയപ്പോ വായുതൂലിയപ്പോ ഉണ്ടായിരുന്നു. മറ്റേ വലിയമായി കണ്ട വലിയമ്മായി കണ്ടില്ല. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ, കിടിലൻ സ്ഥലമാണ്. അതായത് കുറച്ച് എന്താ പറയുക, കാടും മലയും ഒക്കെ ഉള്ളൊരു റോഡ് കേട്ടോ. ശരിക്കും അപ്പുറത്തെ സൈഡിൽ കൂടി നല്ല റോഡുണ്ട്. നമ്മൾ ഷോർട്ട് കട്ട് എടുത്തിട്ട് ഇതുവഴി പോയതാണ് കേട്ടോ. എപ്പോഴും വരുമ്പോൾ ഇതുവഴി തന്നെയാണ് പോയിട്ടുള്ളത്. നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ചടയമംഗലം ജടായുപ്പാറ ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ജടായുപ്പാറയൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അതുപോലെ കാടും കുറച്ച് കുന്നുപോലെയും മലകളും ഒക്കെ ഉള്ളൊരു നല്ല രസമുള്ള പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. അപ്പോൾ കുഞ്ഞിലെയൊക്കെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ചടയമംഗലം ഏരിയയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അത് ഏതാണ്ട് വീടെത്താറായിട്ടുണ്ട്. ഏതാണ്ടല്ല, വീടെത്തി. ഒരു റബ്ബറും തോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതാണ്ട് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അകത്ത് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കാം കേട്ടോ. അത്യാവശ്യം പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ എടുക്കാം. എല്ലാം എടുക്കാൻ പറ്റൂല എന്നുള്ളതൊന്നും അറിയത്തില്ല. കാരണം അറിയാമല്ലോ, പുതിയൊരു വീടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചെക്കൻ ഇതാണ്. ഇവൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കകത്തോട്ട് പോവാം. അതെ, ഇനി പറയുന്നു, ഇനി നേരം നിൽക്കുമോ. അപ്പോൾ ആദ്യമായിട്ട് കണ്ടതിൻ്റെ എല്ലാ ടെൻഷനും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആകെ തണുത്ത് മരവിച്ച് നിൽക്കുകയായിരുന്നു ഷൈബ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സെറ്റായി കേട്ടോ. ആദ്യമൊക്കെ കരയണോ ചിരിക്കണോ എന്നറിയാൻ പറ്റാത്തൊരു എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം കരയോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5 മിനിറ്റ്, അത് കഴിഞ്ഞപ്പോൾ അവർ അടിപൊളി സെറ്റായി, കുഴപ്പമൊന്നുമില്ല, മാഷാല്ലാ, എല്ലാവരും ഹാപ്പിയാണ്. എന്നിട്ട് കുറച്ച് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. ഇടിയപ്പവും ചപ്പാത്തിയും ചിക്കൻ കറിയും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ഫുഡ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈകിട്ടാട്ടോ പോയത്. രാവിലെ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പിന്നെ പിള്ളേർ സ്കൂൾ വിട്ടിട്ട്, അതായത് അനുവിനെ സ്കൂൾ വിട്ടിട്ടൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ നീണ്ടു പോയി. എന്തായാലും അനുവിനെയും കൂടെ കൊണ്ട് തന്നെ കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നു, ഫുഡൊക്കെ കഴിച്ചു. മാഷാ അല്ലാ, ഒത്തിരി സന്തോഷം.
നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ വീട്ടിലോട്ട് ചെല്ലുന്നൊരു ഫീലൊന്നും ഇല്ല കേട്ടോ. ഇതിന് മുമ്പ് നമ്മൾ 3-4 വട്ടം പോയിട്ടുണ്ട്. അപ്പോൾ അവ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലും നമ്മൾ 3-4 പ്രാവശ്യം പോയി കേട്ടോ. അപ്പോൾ കുറച്ചായി എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ചർച്ചയിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു കേട്ടോ. അവർ കല്യാണത്തിൻ്റെ എന്തൊക്കെയോ ആൾക്കാർ വരുന്നതും ഡേറ്റും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ചർച്ചയൊക്കെ ആയിരുന്നു. പോകാൻ നേരം ഇതുപോലെ നല്ല സുന്ദരിയായിട്ടുള്ള കുറച്ച് എന്തായാലും പറയാം അഗസ്തി പൂവും തന്നു. എന്നിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങുന്ന സമയത്ത് ഇത് കണ്ടോ, കോട പോലെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് പറയായിരുന്നു, നിങ്ങൾക്ക് ഹണിമൂൺ പോകാൻ വേണ്ടിയിട്ട് മൂന്നാറോ ഊട്ടിയോ ഒന്നും പോകേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ മതിയെന്ന്. കണ്ടോ, അത്യാവശ്യം നല്ല രീതിക്ക് ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കായിരുന്നു. നല്ലൊരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു മഴ പെയ്യാൻ പോകുന്ന പോലെ ഒരു വല്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ. നല്ല രസമുള്ള ഒരു ഈവനിങ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട്. മാഷാ അല്ലാ എല്ലാം നന്നായിട്ട് നടന്നു.